രേണു സുധിയുടെ വീടിനെക്കുറിച്ച് വളരെയധികം വിവാദങ്ങളാണ് ഈയിടെയെല്ലാം ഉയർന്നു കേട്ടത്. ഇന്നിപ്പോൾ ഞാൻ കേട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഫിറോസിക്ക വീട് വെച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഗിഫ്റ്റഡ് ബൈ KTDC എന്ന് സുധി നിലയം എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡ് അവിടുന്ന് എടുത്തു മാറ്റുകയാണ് എന്ന് പറഞ്ഞ് ഫിറോസിക്ക ആ വീട്ടിൽ വന്ന് ബോർഡ് എടുത്തു മാറ്റുമ്പോൾ നമ്മുടെ രേണുവിൻ്റെ അച്ഛനും ഒക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ബോർഡ് മാറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, നമ്മുടെ ഫിറോസിക്ക കിച്ചുവിനെ വിളിച്ച് കിച്ചുവിൻ്റെ അഭിപ്രായം തേടിയപ്പോൾ കിച്ചു പറഞ്ഞത്, നിങ്ങൾക്കൊരു പ്രശ്നവും വരാൻ പാടില്ല, അത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അതെടുത്ത് മാറ്റണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതെടുത്ത് മാറ്റിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. അതായത് ഫിറോസിക്കയുടെ കുറേ വർക്കേഴ്സ് വന്നിട്ടാണ് ഇതെല്ലാം അവിടെ ചെയ്തത്. പിന്നീട് ഇവർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ അവിടെ സുധി നിലയം എന്ന് മാത്രം മതി, അല്ലാതെ KTDCക്കാർ ഗിഫ്റ്റ് ചെയ്തെന്നോ എന്ന് പറഞ്ഞ് ഒന്നും, അതായത് കുറേ എല്ലാ മനുഷ്യരും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പേരെടുക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ഒരു ഒരു ബോർഡ് സ്ഥാപിച്ചതെന്നും അതുകൊണ്ട്. പക്ഷേ ഇവരിപ്പം പറയുന്നത്, നമ്മുടെ ഫിറോസിക്കായും ഒക്കെ പറയുന്നത്, ഇവരെല്ലാം കൂടെ നിർബന്ധിച്ചിട്ടാണ് ഇവരിങ്ങനെ വെച്ചതെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് വീട് കൊടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സിഗ്നേച്ചറോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് വേണം എന്ന് പറഞ്ഞ് അവർ നമ്മുടെ രേണു സുധിയൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഇവരിങ്ങനെ ഒരു ലേബൽ അവിടെ വെച്ചതെന്നാണ്, ബോർഡൊക്കെ വെച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി. അതിൻ്റെ പേരിൽ നമ്മുടെ രേണുവിൻ്റെ ഫാദറിന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യും, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ നടക്കുന്നതൊക്കെ. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് രേണുവിൻ്റെ ഫാദറും രേണുവും ഒക്കെ കൂടി മീഡിയയിൽ വന്നിട്ട് ഇനിയും പറയാൻ വല്ല ഉണ്ടോ? വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടുപോലെ കിടന്ന് പറയുമല്ലേ. ഒരു മനുഷ്യന് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. വിമർശനങ്ങൾ കേട്ട് കേട്ട് കേട്ട്, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേകം വലിയ ബിസിനസ്സൊക്കെ നടത്തുന്ന വ്യക്തികളെ അവരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ വഴി ഒരു വീട് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഒരു ചെറിയൊരു വിഷമം കേൾക്കുന്നത് പോലും അവരൊക്കെ അത് ഭയങ്കര ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടാക്കും. എത്ര മനുഷ്യൻ എത്ര കടുകട്ടിയുള്ളവനാന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു സമയം അവർക്ക് ഭയങ്കര അവർ ഇമോഷണലായി മാറും. ചിലപ്പോൾ അവർ അതുകൊണ്ടായിരിക്കും അത്രയും അടുത്തിട്ട് ഇവരുടെ ഈ വർത്താനത്തിൽ നിന്നാണ് എല്ലാവർക്കും ഇവരെ ഇഷ്ടപ്പെടാത്തത്. കാരണം ഇവരെ സംസാരം എന്ന് പറഞ്ഞുണ്ടല്ലോ, ഒരു മനുഷ്യനോടൊരു അതിനകത്തൊരു സ്നേഹമോ കരുണയോ അല്ലെങ്കിൽ അതുപോലെ ഒരു നന്ദിയോ ഒന്നുമില്ലാത്ത കുറേ വാചകങ്ങൾ ഇവരുടെ വായിൽ നിന്ന് വരുന്നത്. ഇപ്പം പൊതുജനമായ നമുക്ക് കേട്ടിട്ട് പോലും ഇവരോട് വെറുപ്പ് തോന്നുകയാണ്. അപ്പോൾ പിന്നെ ഇത് പണിത് കൊടുത്ത ആൾക്കാരോ? അതുപോലെ അച്ഛനെ പറ്റി രേണു സുധി പറയുന്നത് കേട്ടായിരുന്നല്ലോ, അച്ഛനെ പറ്റി പല കഥകളും കേൾക്കുന്നുണ്ടെന്ന് ഫാദർ നോബിളിനെ പറ്റി പറഞ്ഞതാണ്. അതായത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 2 കുട്ടികൾക്ക് ആരുമില്ല എന്നറിഞ്ഞുകൊണ്ട് ഫാദർ നോബിള് 7 സെൻറ്റ് സ്ഥലമാണ് അവർക്ക് കൊടുത്തത്. അത് രേണു സുധി മറന്നുപോയോ എന്നാണ് എനിക്കിപ്പോൾ സംശയം. ഈ 7 സെൻറ്റ് സ്ഥലം ഈ അച്ഛന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛനുണ്ടായ കുറേ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞതിൻ്റെ എതിരായിട്ടായിരിക്കും രേണു സുധി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ രേണു സുധി ഒരിക്കലും അച്ഛനെതിരായിട്ട് ഒരു കാര്യവും പറയാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങളെ അത്രത്തോളം കൈവെള്ളയിൽ കൊണ്ടു നടന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നിങ്ങളുടെ കുട്ടികൾ അനാഥരാകുന്നു എന്നറിഞ്ഞുകൊണ്ട് ഒരു നിമിഷം തൻ്റെ സ്ഥലം, തൻ്റെ കുടുംബ സ്വത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആരെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എന്താണ് സംസാരിക്കുന്നത്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ആരൊക്കെയാണ് കേൾക്കുന്നത് എന്നൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു വേണം സംസാരിക്കുവാൻ. പിന്നെ ഇപ്പോൾ നമുക്ക് അവിടെ മതിൽ പണിത് കൊടുത്ത മറുനാടൻ ഷാജനെക്കുറിച്ചും രേണു സുധി വളരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അയ്യോ, അതൊക്കെ ഒരു പൊതുജനത്തിനൊന്നും സഹിക്കാൻ പറ്റുന്ന ഒരു വിമർശനമല്ല. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കൊക്കെ പോയി ഇതുപോലൊരു വീട് സ്ഥലമൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ കൂടി എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതൊന്ന് ശരിയാക്കി കൊടുക്കാനോ മതിൽ ശരിയാക്കി കൊടുക്കാനോ പോകാത്തത്? ഇപ്പോൾ ഫിറോസിക്കയൊക്കെ പോയി മറ്റ് വെള്ള പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് കൊടുത്തല്ലോ. എന്നിട്ട് അവരൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവർ വീഡിയോ ഇടാൻ കാരണം ഇവരുടെ വിമർശനങ്ങൾ കാരണം അവർ എടുത്തിരുന്നത്. ഇവർ വിമർശിക്കുമ്പോൾ അവർക്ക് പൊതുജനങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ചെയ്തു കൊടുത്തെന്ന് പൊതുജനങ്ങൾ അറിയണമല്ലോ. അതിനൊക്കെ വേണ്ടി ഒരു വീഡിയോ എടുത്തപ്പോൾ രേണു സുധി പറയുന്നത്, ആരോട് ചോദിച്ചിട്ടാണ് ബെഡ്റൂം വീഡിയോ എടുത്തിരുന്നത്? എനിക്കൊന്നും അറിയില്ല. ഞാൻ ഈ ലോകത്തേ ഇല്ല, ഞാൻ ഈ സ്ഥലത്തേ ഇല്ല, ഞാൻ ഈ പരിസരത്തേ ഇല്ല, ഞാൻ ആ വീട്ടിലേ ഇല്ല. പിന്നെ വീട്ടിൽ വരും വല്ലപ്പോഴും ഒന്ന് അവിടെ കിടന്ന് ഉറങ്ങുമെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്കവിടെ യാതൊരു കാര്യവും ഇല്ല. രേണു സുധിയുടെ മകൻ അവിടെ ഉണ്ടോ? അത് ആ കൊച്ചിനെ കാണാൻ രേണു സുധി വരാറുണ്ടോ? ആ കൊച്ചിൻ്റെ എന്തെങ്കിലും സ്നേഹമുണ്ടോ എന്ന് പോലും നമുക്കിപ്പോൾ അറിയത്തില്ല.
അത്രമാത്രം സ്ട്രേഞ്ചറായിട്ടാണ് രേണുസുതി സംസാരിച്ചു പോകുന്നത്. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും രേണുവിനോട് ജനങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഫിറോസ് എന്ന് പറഞ്ഞ ആ മനുഷ്യനെ ഒരുപാട് വേദന ഉണ്ടായിട്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ അവരിതൊക്കെ ചെയ്തത്. ശരിക്കും വേറെ വല്ല മനുഷ്യരെ കാണാൻ ചിലപ്പോൾ ആ വീട് സ്ഥലവും വന്ന് എടുത്തോണ്ട് വരെയും പോയേനെ കേട്ടോ. പക്ഷേ അന്നത്തെ ആ വീട് പാലുകാച്ചൽ ചടങ്ങിൻ്റെ വീഡിയോ ഞാൻ ഒന്നുകൂടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കലാഭവൻ പ്രചോദയെ ഒരുപാട്, അതായത് കലാഭവൻ മിമിക്സിലുള്ള എല്ലാവരും അവിടെ വന്ന് സഹകരിക്കുകയും ശ്രുതിയോടുള്ള സ്നേഹം ഭയങ്കര വലുതാന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ രേണു ഇതൊക്കെ മറന്നു പോയിരിക്കുന്നു നമുക്ക് തോന്നുകയാണ്. എന്തുകൊണ്ട് രേണു എല്ലാവരെയും ഇങ്ങനെ അടിച്ച് ആക്ഷേപിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പുതിയ സ്നേഹബന്ധങ്ങൾ അത് ഇന്ന് വന്നതാണ്. നിങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള സ്നേഹബന്ധങ്ങളുണ്ടല്ലോ, അത് മാത്രമേ നിലനിൽക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പുതിയ മേച്ചിൽപ്പുറം നമ്മൾ തേടി പോകാതിരിക്കുക. പഴയതിനാണ് എപ്പോഴും സ്നേഹവും. എന്താ പറയുക, പഴയ വീഞ്ഞിനുള്ള ഒരു ടേസ്റ്റ് പോലെ പുതിയതിനുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കാതിരിക്കുക. നമ്മുടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ആരൊക്കെ സഹായിച്ചോ, നമുക്ക് 1 സെൻറ്റ് ഫുണ്ട് ഭൂമി തന്നവർ, നമുക്കൊരു വീട് വെച്ച് തന്നവർ, വീടിനകത്ത് സാധന സാമഗ്രികൾ വെച്ച് തന്നവരെ, അതുപോലെ തന്നെ പിന്നീട് നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായി നമ്മളെ സഹായിച്ചവർ, ഇവരെ ഒന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷാജൻസ്കറിയ 1,19,000 രൂപ മതിൽ പണിക്ക് മാത്രമല്ല കൊടുത്തേക്കുന്നത്. അതിനൊക്കെ മുന്നേ, ഈ വീട് പണി തീരുന്നതിന് മുന്നേ അവർക്ക് 50,000 രൂപ പുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാര്യം രേണുസുതിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. രേണുസുതി പറഞ്ഞ മറുനാടൻ ബ്ലോഗറെ എന്നൊക്കെ പറഞ്ഞ് രേണുസുതി കളിയാക്കിയത് ഒട്ടും ശരിയായിട്ടില്ല. ഇത് ഭയങ്കര നന്ദികേടാണെന്ന് മാത്രം പറയും.